ഹലോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ മുഹമ്മദ് സലാൻ്റെ ട്രാൻസ്ഫറിനെ കൊണ്ടാണ്. അല്ല, മുഹമ്മദ് സലാൻ്റെ ട്രാൻസ്ഫറിനെ കൊണ്ട് വേണമെന്ന് പറയാൻ പറ്റില്ല. അദ്ദേഹത്തിന് വരുന്ന റീപ്ലേസ്മെൻറ്റ് പ്ലെയറിനെ കുറിച്ചാണ് ആക്ച്വലി. അപ്പോൾ എന്തായാലും നമ്മൾ ഇത്രയും വലിയൊരു പ്ലെയറിനെ കൊണ്ടുള്ള കണക്ട് ചെയ്തിട്ടുള്ള വീഡിയോ ആണല്ലോ. അപ്പോൾ മുഹമ്മദ് സലാൻ്റെ സിറ്റുവേഷൻ കൂടി നമുക്ക് എല്ലാവർക്കും അറിയാം. ലിവർപൂൾ മൂപ്പർക്ക് കോൺട്രാക്റ്റ് പുതുക്കി കൊടുക്കുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിന് ഇപ്പം എന്ന് പറഞ്ഞാൽ ഈ കോൺട്രാക്റ്റ് പുതുക്കി കൊടുക്കുന്നില്ല എന്നായിരിക്കില്ല ശരിക്കുള്ള കാരണം. അദ്ദേഹം രണ്ടാളും കൂടി അത് ആ കോൺട്രാക്റ്റിൽ എഗ്രി ആവുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ അവർക്ക് മൂപ്പർ കൊടുക്കുന്ന സാലറി എന്ന് പറഞ്ഞാൽ 350K യൂറോസാണ്. അതായത് ഇന്ത്യൻ മണിയിൽ എന്ന് പറഞ്ഞാൽ വലിയ പൈസയാണ്. എന്നാലും പറയാം 350K യൂറോസ്, അതായത് 3,50,000 യൂറോ. അദ്ദേഹത്തിന് സ്ട്രോങ് ആയിട്ട് സൗദിയിൽ നിന്ന് ലിങ്ക് ഉണ്ട് ഇപ്പം. അതായത് അൽ ഹിലാലിൽ നിന്ന് നെയ്മർ പോകല്ലോ. നെയ്മറിൻ്റെ ചെറിയ ഒരു കരിയർ ആയിരുന്നു അവിടെ. അത് അവിടെ ആകെ എനിക്കൊന്ന് 10 കളി പോലും 2 വർഷം കൂടിയിട്ട് മുമ്പ് കളിച്ചിട്ടില്ല. അപ്പോൾ അതിന് പകരം റീപ്ലേസ്മെൻ്റ് ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ അവിടെ നമ്മൾ വിചാരിക്കും എന്താണ് കാര്യം, എല്ലാവർക്കും എൻഡ് ഓഫ് ദ പ്രൊഡക്റ്റ് മണിയാണല്ലോ. കാരണം അവിടെ ഖാലിദ് കൗലിബലി എന്ന് പറഞ്ഞൊരു പ്ലെയർ ഉണ്ട്. ചെൽസിയിൽ കളിച്ചിരുന്നു, നെപ്പോളിയൊക്കെ കളിച്ചിട്ടുള്ള പ്ലെയറാണ്. പ്രീമിയർ ലീഗ് കളിച്ചിട്ടില്ല അയാൾ നേരെ നെപ്പോളിയിൽ നിന്ന് അൽ ഹിലാലിലേക്കാണ് പോയത്. അദ്ദേഹം ഒരു വൺ വീക്ക് മേടിക്കുന്നത് ഇപ്പോൾ ഇവിടെ മുഹമ്മദ് സലാം മേടിക്കുന്നതിന് ഡബിൾ മണിയാണ്. അതായത് 6,70,000 യൂറോ ആണ് പെർ വീക്ക് അവർ മേടിക്കുന്നത്. നമുക്കറിയാം ക്രിസ്ത്യാനോ പെർ വീക്ക് മേടിക്കുന്നത് 4 മില്യൺ, അതായത് 40 ലക്ഷം യൂറോ ആണ്. അപ്പോൾ എന്തായാലും ഈ സമ്മറിൽ സലൻ്റെ കാര്യം ഏകദേശം തീരുമാനമാണ്. ബാർസയായിട്ട് ലിങ്ക് കാണുന്നുണ്ട്, പിന്നെ സൗദി. എന്തായാലും ഏകദേശം കാര്യങ്ങൾ ഇതെല്ലാം തീരുമാനമായി. അപ്പോൾ അതെന്തായാലും ഈ സമ്മറിൽ എന്തായാലും മുഹമ്മദ് സല തീർച്ചയായിട്ടും സൗദി പ്രോ ലീഗിലേക്ക് മൂവ് ചെയ്യുന്നുണ്ടാവും. അതായത് നെയ്മർ പോയതിന് പകരമായിട്ട് ഇദ്ദേഹം എന്തായാലും പോകും. അതിൽ വേറെ കാര്യം കൂടി ഉണ്ട്. അത് ഒരു ക്ലബ്ബായിട്ടല്ല അവർ കോണ്ടാക്ട് ചെയ്യുന്നത്. അതായത് സൗദി പ്രോ ലീഗിൻ്റെ ഒഫീഷ്യൽസ് തന്നെയാണ് മുഹമ്മദ് സലിനെ ശരിക്ക് കോണ്ടാക്ട് ചെയ്യുന്നത്. ഇപ്പോൾ അവരെ ഒരു ഏജൻ്റ് ഉണ്ട് മുഹമ്മദ് സലിൻ്റെ. അപ്പോൾ പറഞ്ഞാൽ എന്തായാലും മുഹമ്മദ് സല പോവുകയാണല്ലോ. അത് കാരണം മുഹമ്മദ് സല ഇവിടെ ചെയ്തു വെച്ച കാര്യങ്ങൾ നമുക്കെല്ലാം അറിയാം. ഞാൻ 2018 ട്രാൻസ്ഫർ റോമയെന്ന് സല വരുന്നത്. അപ്പോൾ സല വന്ന് ഇതാക്കിയല്ലോ നമുക്കറിയാം. ഞാനൊരു വീഡിയോ അതിനെക്കൊണ്ടായിട്ട് പ്രത്യേകം ചെയ്യാം. എന്തായാലും കുറച്ച് ലെങ്തായിപ്പോയി ഇൻട്രൊഡക്ഷൻ. ഇനിയിപ്പോൾ നമുക്കൊരു പ്ലെയറെ വേണം. സലക്ക് പകരമായിട്ട് ആര് കളിക്കും? അപ്പോഴാണ് അതിന് റീപ്ലേസ് ചെയ്യാൻ വളരെ പ്രയാസമുള്ളൊരു പ്ലെയറാണ് ശരിക്കും മുഹമ്മദ് സല എന്ന് പറയുന്നത്. അതായത് ഒരിക്കലും ഇപ്പോൾ ബ്രസീലിൻ്റെ റാഫീനെ കൊണ്ടെല്ലാം പറയുന്നുണ്ട് ഇവരൊന്നു. പക്ഷേ എനിക്ക് തോന്നുന്നത്, ഞാൻ കുറേ കാലമായി ഫുട്ബോൾ കാണുന്നതിൽ എനിക്ക് തോന്നുന്നത് എൻ്റെ തുടങ്ങുന്ന കാര്യമാണ്. പക്ഷേ ഇത് ചിലയാൾക്ക് ഇഷ്ടമൊക്കെ എൻ്റെ ചാനലൊന്നും പിന്നെ ഇങ്ങനെ ക്ലിക്കൊന്നും ആയിട്ടില്ല. അഥവാ ഫുട്ബോൾ അറിയുന്ന ആൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ താഴെ പറയാം. ബ്രയാൻ എംബിയാമോ എന്ന് പറഞ്ഞൊരു പ്ലെയർ ഉണ്ട്. അദ്ദേഹം ഇപ്പം കളിക്കുന്നത് ബ്രെൻഫോർഡിനാണ് കളിക്കുന്നത്. പ്രീമിയർ ലീഗ് പ്രൂവൻ പ്ലെയറാണ്, ഒന്നാമത്തെ കാര്യം. പിന്നെ പൊസിഷൻ റൈറ്റ് വിങ്ങറാണ്. ലിവർപൂൾ ഇത് ഈ മറ്റേത് ട്രാൻസ്ഫറും പോലെയല്ല. ഇപ്പോൾ ലെവൻഡോവ്സ്കിക്ക് പകരമായിട്ട് ഹാരി കെയ്നെ കൊണ്ടുവന്നു ബയൺ മ്യൂണിച്ച്. അതേസമയം ഇപ്പം അതിന് വേറെ ഓപ്ഷൻസ് ഉണ്ട്, ഹാലൻഡിനെ കൊണ്ടുവരാം. പക്ഷേ മുഹമ്മദ് സലക്ക് ആ പൊസിഷനിൽ ഒരു പ്ലെയർ റീപ്ലേസ് ചെയ്യാന്ന് പറഞ്ഞാൽ അത്രയും ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ഞാൻ കേൾക്കുന്നതെന്ന് വെച്ചാൽ ബാർസയിൽ നിന്ന് റാഫീനെ കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട് എന്നല്ല പറയുന്നത്. അപ്പോൾ ലിവർപൂളിൻ്റെ ഓണേഴ്സ് എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ട് റാഫീനെല്ലാം കൊണ്ടുവരും. അത് നമ്മളെ യുണൈറ്റഡിൽ ഇപ്പം പണ്ട് ആൻ്റണി വന്നതിൻ്റെ വരെയുള്ള ഒരു അവസ്ഥയിലെത്തും. ഇത് ഞാൻ പറഞ്ഞത് എഴുതി വെച്ചോ. ഇത് ഞാനിപ്പം പറയുന്നത് പറഞ്ഞാൽ 2025 മാർച്ചിലാണ്. ഇനിയിപ്പോൾ ട്രാൻസ്ഫർ കഴിഞ്ഞിട്ട് അധികം ട്രാൻസ്ഫർ നടക്കാതില്ല. അങ്ങനെയാണെങ്കിൽ കാണാം. അപ്പോൾ ഈ എംബിയാമോ എന്ന് പറഞ്ഞ പ്ലെയർ എന്തുകൊണ്ട് എന്ന് പറയുന്നത്, അദ്ദേഹം കളിക്കുന്നത് പ്രീമിയർ ലീഗിലാണ്. പ്രീമിയർ ലീഗിൽ എന്ന് വെച്ചാൽ പൊതുവേ ആഫ്രിക്കൻ പ്ലെയേഴ്സ് നന്നായിട്ട് പെർഫോം ചെയ്യുന്നത്, അധികം ആഫ്രിക്കൻ പ്ലെയേഴ്സ്, അതായത് കാമറൂൺ ഇൻ്റർനാഷണലാണ്. പിന്നെ 2019 എംബിയാമോ ഇവിടെ ബ്രെൻഫോർഡിലാണ് കളിക്കുന്നത്. ഈ സീസണിൽ അയാളുടെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് 16 ഗോൾസും 5 അസിസ്റ്റുമാണ്. പക്ഷേ സ്റ്റാറ്റസ് അല്ല, ഞാനൊരിക്കലും അദ്ദേഹത്തിൻ്റെ സ്റ്റാറ്റസ് കൊണ്ടല്ല ഈ ലിവർപൂളിൽ അയാളെ സൈൻ ചെയ്യണം എന്ന് പറയുന്നത്. ചിലപ്പോൾ പല ആൾക്കാർ ഈ പ്ലെയറിനെ കൊണ്ട് ഇപ്പോൾ ആയിരിക്കും കേൾക്കുന്നുണ്ടാകും. നിങ്ങൾ
പോയിട്ട് അദ്ദേഹത്തിൻ്റെ വീഡിയോസെല്ലാം കാണാം. അസാധ്യ പ്ലെയറാണ്. അസാധ്യ പ്ലെയർ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ഫുട്ടാണ്, റൈറ്റ് വിങ്ങറാണ്, നന്നായി ഫിനിഷ് ചെയ്യും, പിന്നെ ഫിസിക്കൽ സ്ട്രെങ്ത് ഉണ്ട്, പിന്നെ വേഗത അത്യാവശ്യമുണ്ട്. അപ്പോൾ വേറെ ഓപ്ഷൻസ് ഒന്നും നമുക്കിവിടെ കാണുന്നില്ല. എന്തായാലും ലിവർപൂൾ അദ്ദേഹത്തിനെ സൈൻ ചെയ്യുന്ന തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പിന്നെ അദ്ദേഹത്തിന് ഇപ്പം പെർ വീക്കുള്ള സാലറി എന്ന് പറഞ്ഞാൽ 45,000 euros. അതായത് ബ്രെൻഫോർഡ് എന്ന് പറഞ്ഞാൽ ഒരു മിഡ് ടേബിൾ ക്ലബ്ബാണല്ലോ, ആ ലെവലിലാണ് അവരുടെ സാലറിയൊക്കെ. പിന്നെ ട്രാൻസ്ഫർ ഫീ എന്ന് പറഞ്ഞാൽ കണ്ടാൽ നമ്മൾ ഗൂഗിൾ മച്ചാനോട് ചോദിച്ചാലും പറയുന്നത് 50 million ആണ്. എന്തായാലും 50 million ഒക്കെ എന്തായാലും ലിവർപൂളിന് ഇവർ കൊടുക്കാൻ സാധ്യത വളരെ കുറവാണ്. എന്തായാലും മറ്റേ FSGൻ്റെ അടുത്ത് നിന്ന് ഇവർ നല്ല പൈസ 100-120 million എല്ലാം എന്തായാലും വാങ്ങും. പക്ഷേ നമ്മളിപ്പോൾ ആൻ്റണിക്കൽ 50 million എല്ലാം കൊടുത്ത സ്ഥിതിക്ക് ഇവർ 100 million കൊടുത്ത് വാങ്ങുന്നതിന് ഒരു നഷ്ടമൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോഴത്തെ ട്രാൻസ്ഫർ മാർക്കറ്റെല്ലാം എല്ലാവർക്കും അറിയുന്നതാണല്ലോ. ഹാരി മെഗ്വയറിന് കൊടുത്തത് 50 million ആണ് യുണൈറ്റഡ്. അപ്പോൾ എന്തായാലും കണ്ടറിയാം. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യുക.